കോവിഡ് വാക്സിനും കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത് തമ്മിൽ ബന്ധമുണ്ടോ? ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്ക് അങ്ങനെയുള്ള പക്ഷാഘാതം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കാരണമാണോ? നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് തോമസ്, റിനൈ മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കോവിഡ് വാക്സിനും കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത് തമ്മിൽ ബന്ധമുണ്ടോ? എന്താണ് അതിൻ്റെ റിസ്ക്? എത്രത്തോളം അത് കോവിഡ് വാക്സിൻ നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്ക് അങ്ങനെയുള്ള പക്ഷാഘാതം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കാരണമാണോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വാക്സിൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്നത് കോവിഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനാണ് അധികം ആൾക്കാർ എടുത്തിരിക്കുന്നത്. കോവാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനും നമ്മുടെ നാട്ടിലെ ആളുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഷീൽഡ് എടുത്തിട്ടുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഇങ്ങനൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വരുന്നത്. കോവിഷീൽഡ് എന്ന വാക്സിൻ നമുക്കറിയാം, നമ്മൾ ആദ്യമൊരു വാക്സിൻ എടുത്തു, അതുപോലെ തന്നെ രണ്ടാമതൊരു വാക്സിൻ എടുത്തു. പല ആളുകളും അതിൻ്റെ ബൂസ്റ്റർ ഡോസായിട്ട് മൂന്നാമതൊരു വാക്സിനും എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ വാക്സിനാണ്. ഈ വാക്സിൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വന്ന് ചില ഇമ്മ്യൂൺ മെക്കാനിസംസ് നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുക. നമുക്ക് കോവിഡ് കൊണ്ട് ആളുകൾ മരിച്ചിരുന്നത്, പല തരത്തിലുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കോവിഡ് എന്ന വൈറസ് നമ്മുടെ ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്കുകളും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുന്ന ഒരു മെക്കാനിസം നമ്മുടെ കോവിഡ് വൈറസ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മുടെ ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ എടുക്കുമ്പം അതിൽ പാർട്ടിക്കിൾ പോയി നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ബ്ലഡിലുള്ള അണുക്കൾക്ക് ഒരു ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നു. തന്മൂലമാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ തന്നെ നമ്മുടെ കാലുകളിലുള്ള ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ഉണ്ടാവുക. അതിന് സാധാരണ രീതിയിൽ നമ്മൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ഈ മൂന്ന് തരത്തിലുള്ള ക്ലോട്ടിംഗ് മെക്കാനിസംസും വേണമെങ്കിൽ ഇത് മൂലം വരാവുന്ന ഒരു സാഹചര്യമാണ് പലർക്കും പറയുന്നത്. ഇതിലുള്ളൊരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഈ കോവിഷീൽഡ് കൊണ്ട് ഈ ഒരു റിസ്ക് അനുഭവപ്പെടുന്നത് ആദ്യത്തെ ഒരു 3 to 6 months ആണ്. നമ്മൾ വാക്സിൻ എടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമാണ് ഇതിൻ്റെ റിസ്ക് ഉള്ളത്. ഈ റിസ്ക് എന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ 100,000 പേരെടുക്കുമ്പം അതിൽ 3-4 പേർക്കാണ് ഈ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത്. നമ്മൾ 100,000 വാക്സിൻ എടുക്കുമ്പം അതിൽ 3-4 പേർക്കാണ് നമ്മൾ ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ എടുക്കുമ്പം ഇതിനുള്ള സാധ്യത കൂടുതലുള്ളത്. നമ്മുടെ രക്തധമനികളിൽ ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാധ്യതയും പെട്ടെന്നുള്ള ഇതുകൾ നമുക്കറിയാം. ഈ ഒരു കോവിഡ് സമയത്താണെങ്കിലും കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും പെട്ടെന്നുള്ള ഈവൻ പല പ്രധാനപ്പെട്ട ആളുകൾക്ക് വരെ സഡൻ ഡെത്ത് എന്ന് വെച്ചാൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ വളരെ കൂടുതലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പം അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പം ഏറ്റവും പ്രധാന കാരണം കോവിഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. നമുക്കറിയാം, ഈ കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പം ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുകയും അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. വാക്സിൻ കൊണ്ടുണ്ടാവുന്നത്, ഇപ്പോൾ 1 lakh വാക്സിൻസ് എടുക്കുമ്പം അതിലൊരു 3-4 പേർക്ക് അതിനുള്ള റിസ്ക് ഉണ്ട്. തീർച്ചയായിട്ടും 0 അല്ല, പക്ഷേ 3 to 4 ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാണ്. പക്ഷെ എന്നാൽ പോലും ആ റിസ്ക് എലമെൻ്റ് ഉണ്ട്. ആ റിസ്ക് എലമെൻറ്റിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ, അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത് ആദ്യത്തെ 3 മുതൽ 6 മാസം വരെയാണ് അതിന് ശേഷമുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ആൾക്കാരും നമ്മളിപ്പം വാക്സിൻ എടുത്തിട്ടിപ്പം ഒരു 1-2 വർഷമൊക്കെ തീർച്ചയായിട്ടും ആയിട്ടുണ്ടാവും. അപ്പോൾ താരതമ്യേന ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിലും നമ്മളതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിലും ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വാക്സിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ കൂടുതൽ നാൾ കഴിയും തോറും ഇതിൻ്റെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു വരികയുള്ളൂ.
അതുകൊണ്ട് നമ്മളങ്ങനെ വല്ലാണ്ട് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇതിനെപ്പറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷേ എങ്കിലും പലരും ഇങ്ങനൊരു നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ അപ്പുറത്തുള്ള ഒരാൾക്ക് അസുഖം വരുമ്പോൾ തന്നെ നമ്മളത് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളതാണോ എന്നുള്ളത് പല പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണോ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചെറിയൊരു മൈനർ റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ICMR നമ്മുടെ സ്റ്റഡി നടത്തിയിട്ട് കോവിഡ് വാക്സിനേക്കാളും കൂടുതൽ കോവിഡ് ഇൻഫെക്ഷൻ സിവിയറായിട്ട് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം നടത്തിയ പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോവിഷീൽഡ് എന്ന വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തു, നമുക്ക് കോവിഡിനുള്ള ചിലപ്പോൾ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ അതിനെപ്പറ്റി ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസോ വരാതിരിക്കാനായിട്ടുള്ള നടപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ആഹാരം കഴിക്കുക, ശരീരഭാരം നിലനിർത്തുക, അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് സിംറ്റംസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാണുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് കോവിഷീൽഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അപകടകരമായ സംഭവമല്ല, പക്ഷേ എങ്കിലും ഒരു മൈനർ റിസ്ക് ഫാക്ടർ നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ കെയർ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.